ആ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഞാൻ ഈ പല വീഡിയോകളിലും പറയാറുണ്ട്, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അമ്മ ഉള്ള കാര്യം പറയാമല്ലോ. എനിക്കിപ്പോൾ രാവിലെ ഈ പത്രം വായന, അതുപോലെ വീട്ടിൽ ടി വി ഇല്ല, ടി വി കാണൽ, ഇങ്ങനെയൊന്നുള്ള സംഭവങ്ങളൊന്നുമില്ല. കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഈ രാത്രിയൊക്കെ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രീ ടൈമിൽ പകലായാലും ഇരിക്കുന്ന സമയത്ത് ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കിപ്പോവും സോഷ്യൽ മീഡിയകൾ എല്ലാം തന്നെ. അപ്പോൾ അതിലൂടെ കിട്ടുന്ന വിവരങ്ങളാണ് എനിക്കിപ്പോൾ പ്രധാനപ്പെട്ട അറിവിൻ്റെ ഒരു സ്രോതസ്സ് എന്ന് പറയുന്നത്. അതിൽ കുറേ തെറ്റായ കാര്യങ്ങളൊക്കെ വരും, എന്നാലും എനിക്ക് അത് മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ ബേസ് ചെയ്ത് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ എന്താണോ കാണുന്നത് അതിനെ ബേസ് ചെയ്താണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതേപ്പറ്റി പറയണമല്ലോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എവിടെ ഒരു സ്കൂൾ കലോത്സവമാണ് നടക്കുകയാണ്. സബ് ജില്ലയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്തോ ഒരു മത്സരം നടക്കുന്നു, ഗ്രൂപ്പ് മത്സരമാണ്. ആ ഗ്രൂപ്പ് മത്സരം നടക്കുമ്പോൾ അതിലൊരു മത്സരാർത്ഥിയുടെ ഒരു പെൺകുട്ടിയുടെ ദേഹമാസകലം എന്ന് പറയുമ്പോൾ വസ്ത്രത്തിലാകെ ചോരയാണ്. കുപ്പിവെള്ളയോ മറ്റോ പൊട്ടിയിട്ടങ്ങാണ്ട് കൈ മുറിഞ്ഞങ്ങാണ്ട് വന്ന് ചോരയാണെന്ന് തോന്നുന്നു. നമുക്കറിയാം ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ ഒരുപാട് ചോര വരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കുറച്ച് ചോര വന്നു എന്ന് വിചാരിച്ചാൽ വലിയ അപകടങ്ങളൊന്നും പറ്റും എന്നൊന്നുമല്ല. പക്ഷേ എന്തായാലും ചോര വാർന്നു പോകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മുറിവ് പറ്റിയിരിക്കുന്നു. അങ്ങനെ ആ കുട്ടി ഇവിടെ ഉടുത്തിരിക്കുന്ന സാരിയിലാകെ തന്നെ ചോരയാണ്. പക്ഷേ എന്നിട്ടും ഈ മത്സരം തുടരുകയാണ്. ആ കുട്ടികളെ കുറ്റം പറയണ, കുട്ടികളെ എങ്ങനെയും സമ്മാനം കിട്ടണം എന്നുള്ള വാശിയോടുകൂടി മത്സരിക്കുകയാണ്. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഒന്നുകിൽ ആ കുട്ടികളെ കൊണ്ടുവന്ന് ഈ മത്സരിപ്പിക്കുന്ന ആ സ്കൂളിലെ അധ്യാപകർ അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുന്ന ആൾ, അതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകൾ ആരാണോ അവർ ഈ മത്സരം നിർത്താൻ പറയണം. അതല്ലെങ്കിൽ ഇത് മാർക്കിടാനിരിക്കുന്ന ജഡ്ജിമാർ, അല്ലെങ്കിൽ കാണാനിരിക്കുന്ന കാഴ്ചക്കാർ, അല്ലെങ്കിൽ അധ്യാപകർ എത്രയോ പേര് കാണും, ആരെങ്കിലും ആ മത്സരം ഒന്ന് നിർത്തിവെക്കണ്ടേ? ആരും നിർത്തിവെച്ചില്ല. അത് തുടരുകയാണ്. ഇത് എന്തൊരു ക്രൂരതയാണ് ഈ കാണിക്കുന്നത്? ഇതാണോ കലാമത്സരം? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊക്കെ വേണ്ടാന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ഈ കലോത്സവത്തിലെയൊക്കെ ഈ മത്സരങ്ങളെയൊക്കെ വിമർശിക്കുന്ന ആളാണ്. ആ വിമർശിക്കുന്നത് പിന്നെ വെറും നെഗറ്റീവായിട്ടല്ല. കാരണം ഇതിൻ്റെ എല്ലാം പോസിറ്റീവ് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്, അതിൻ്റെ ക്രിയാത്മകമായ വശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകൾ പറയുകയാണ്. നമ്മൾ അതിനെ വിമർശിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ചിലപ്പം വന്നുകൂടാതില്ല. കാരണം ഞാൻ പലപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ, ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കുന്ന അവരുടെ സർഗ്ഗശേഷി കൊണ്ടല്ല, അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ടൊന്നുമല്ല. പലപ്പോഴും ഇത് ഞാൻ പറയാറുള്ളത് തന്നെയാണ്, സാമ്പത്തിക ശേഷിയുള്ളവരുടെ മക്കളെ കൃത്രിമമായിട്ട് അവർ പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. അവർക്ക് ഈ പറയുന്ന കഴിവുകളൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല. എങ്കിലും ആയിക്കോട്ടെ, അത് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ സാമ്പത്തിക ശേഷിയുള്ള സ്കൂളുകൾ അവരുടെ കുട്ടികളെ പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നു. പിന്നെ രക്ഷകർത്താക്കൾക്ക് ശേഷിയുണ്ടെങ്കിൽ അവർ പരിശീലിപ്പിച്ചുകൊണ്ട്, അങ്ങനെ പല തരത്തിലുണ്ട്. ചില സ്കൂളുകൾക്ക് നല്ല സാമ്പത്തിക സ്രോതസ്സ് കാണും, അപ്പോൾ അവർ കുട്ടികളെ നന്നായിട്ട് പരിശീലിപ്പിച്ച് കൊണ്ടുവരും. അതുപോലെ നല്ല സാമ്പത്തിക ശേഷിയുള്ള രക്ഷകർത്താക്കൾ അവരുടെ മക്കളെയൊക്കെ ഇതുപോലെ കൃത്രിമമായ അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിച്ച് കൊണ്ടുവരും. അപ്പോൾ ഈ പാവപ്പെട്ട സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികൾ, അതുപോലെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത സ്കൂളുകളിലെ കുട്ടികളൊക്കെ തന്നെ അവഗണിക്കപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ നോക്കൂ, ഇങ്ങനെ മത്സരിക്കാൻ വരുന്ന ഈ കുട്ടികൾ എങ്ങനെ വരുന്നു ആവട്ടെ, ഇപ്പോൾ കൃത്രിമമായി കൊണ്ടുവരുന്നതാണെങ്കിലും പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നതാണെങ്കിലും സാമ്പത്തികം ഉള്ളവരുടെ മക്കളാണെങ്കിലും ഇല്ലാത്തവരുടെ മക്കളാണെങ്കിലും എന്തും ആയിക്കോട്ടെ, ഇത് കുട്ടികളല്ലേ. ഈ കുട്ടികൾ ഇങ്ങനെ ഒരു കുട്ടി ചോര ഒലിപ്പിച്ച് മത്സരിക്കുമ്പോഴത്തേക്ക് മനുഷ്യത്വം വേണ്ടേ? ആ മത്സരം നിർത്താൻ പറയണ്ടേ? അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ഒരു അവസരം കൂടെ കൊടുത്താൽ എന്താ, ഈ രാജ്യത്ത് ആകാശം ഇടിഞ്ഞ് വീഴുവോ? ആ കുട്ടികളുടെ മത്സരം അപ്പോൾ നിർത്തി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ആ പരിക്കിൽ വല്ല മുറിവൊക്കെ വെച്ച് കെട്ടിയിട്ട് പിന്നീട് അവർക്ക് ഒരു അവസരം കൂടി കൊടുത്താൽ എന്താ, ഇവിടെ ആകാശം ഇടിഞ്ഞ് വീഴുവോ? ഇതെന്തോ ഈ കലോത്സവത്തിലൊന്നും പങ്കെടുത്ത് മത്സരിച്ച് പിന്നെ സമ്മാനം നേടിയില്ലെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു മത്സരം തന്നെ ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു ബോധം വേണ്ടേ? എന്തായാലും മഹാ കഷ്ടമായി പോയി. ഇത്രയും ക്രൂരതയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുന്നവർ ആരായാലും, ആ മത്സരം നടക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാം മനുഷ്യത്വമില്ലാത്തവരാണ്, പ്രതികരണ ശേഷിയില്ലാത്തവരാണ്. അവിടെ പലരും ഉണ്ടായിരുന്നല്ലോ. മാർഗളായിരിക്കും ജഡ്ജിമാരുണ്ടാവും, അധ്യാപകരുണ്ടാവും, ഈ കുട്ടികളെ മത്സരത്തിന് കൊണ്ടുവന്ന രക്ഷകർത്താക്കളുണ്ടാവും, ആ സ്കൂളിലെ അധ്യാപകരുണ്ടാവും, പരിശീലനം കൊടുത്ത
കലാകാരന്മാരുണ്ടാകും, അവരെല്ലാവരും ഉണ്ടാവും, കാഴ്ചക്കാരുണ്ടാവും. ആരൊക്കെ ആ മത്സരം നടക്കുമ്പോൾ അവിടെ വേദിയിലുണ്ടായിരുന്നു അവരൊക്കെ തന്നെ പ്രതികരണശേഷിയില്ലാത്ത വെറും എന്താ പറയുക, എനിക്ക് വാക്കുകളില്ല. പ്രിയമുള്ളവരെ, ഈ മത്സരങ്ങൾ ഞാൻ കൂട്ടത്തിൽ പറയുകയാണ്, ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഈ കലോത്സവങ്ങളിൽ മാറ്റുരയ്ക്കപ്പെടുന്നത് കുട്ടികളുടെ കഴിവുകളല്ല. ഒന്ന് പണം, രണ്ടാമത് യഥാർത്ഥത്തിൽ പല കലാ മത്സരങ്ങളും അത് പരിശീലനം കൊടുക്കുന്ന അതിൽ വൈദഗ്ധ്യമുള്ള കലാകാരന്മാർ തമ്മിലുള്ള മാറ്റുരയ്ക്കലാണ്. അതിന് പരിശീലനം കൊടുക്കുന്നത് നൃത്തമാണെങ്കിലും ഇതുപോലെ പല മത്സരങ്ങൾ വരുന്നുണ്ടല്ലോ, പല മത്സരങ്ങൾക്കും പരിശീലനം കൊടുക്കുന്ന കലാകാരന്മാരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ അവരുടെ കഴിവുകളാണ് പല ഇനങ്ങളിലും മാറ്റുരയ്ക്കപ്പെടുന്നത്. അല്ലാതെ കുട്ടികളുടെയോ സ്കൂളിൻ്റെയോ ഒന്നും കഴിവൊന്നുമല്ല മാറ്റുരയ്ക്കപ്പെടുന്നത്. അങ്ങനെയൊന്നും ആരും വിചാരിക്കുകയും അങ്ങനെയൊന്നും ഊറ്റം കൊള്ളുകയും ഒന്നും വേണ്ട. അതുകൊണ്ട് ആരും ഇതുപോലെയുള്ള കാര്യം, ഇങ്ങനെയൊക്കെ വിജയിക്കാനുള്ളതാണ് കലാമത്സരങ്ങളെന്നും ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്.